ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മെഡീവൽ സോഴ്സസ് ഓൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 2 പുസ്തകങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നും അതുപോലെ 2 പുസ്തകങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. മുന്നത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കണ്ടുള്ളൂ, കാരണം ഇതൊരു കണ്ടിന്യൂഷനായിട്ട് ഒരുവിധം സോഴ്സസൊക്കെ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന വർക്കാണ് പൃഥ്വിരാജ വിജയ. ആ ഒരു പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പൃഥ്വിരാജ വിജയ 2 വേർഡ്സും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഒന്ന് പൃഥ്വിരാജ ചൗഹാനെയാണ് ഉദ്ദേശിക്കുന്നത്, മറ്റൊന്ന് വിക്ടറി എന്ന വിജയം എന്ന വേർഡാണ്. സോ ഓബ്വിയസ്ലി നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പൃഥ്വിരാജ ചൗഹാൻ്റെ ഈ വിക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃതിയാണിത്. അപ്പം നമുക്കിതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ കോർട്ട് പോയിട്ടായിട്ടുള്ള ഒരാളാണ് ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജയനാഗ. ഇദ്ദേഹം ഒരു കാശ്മീരി പോയറ്റ് ഹിസ്റ്റോറിയനായിരുന്നു. പൃഥ്വിരാജയുടെ കോർട്ടിലുണ്ടായിരുന്ന പോയറ്റ് കൂടിയായിരുന്നു. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഒന്നാമത്തെ ബാറ്റിൽ ഓഫ് തറൈനിൽ മുഹമ്മദ് ഓഫ് ഗോറിനെതിരെയുള്ള പൃഥ്വിരാജയുടെ വിജയത്തിനെ കുറിച്ചാണ്. പക്ഷേ രണ്ടാമത്തെ സെക്കൻഡ് ബാറ്റിൽ പൃഥ്വിരാജ തോൽക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഈ ഒരു വർക്കിൽ കവർ ചെയ്യുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ കോർട്ട് പോയിട്ടാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇയാളുടെ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇത് എഴുതിയിട്ടുള്ളത് സംസ്കൃതത്തിലാണ്. പൃഥ്വിരാജ് ചൗഹാൻ എന്നത് പ്രധാനമായിട്ടും വെർണാക്കുലർ ഫോക്ക് ലെജൻഡിലൊക്കെ യൂസ് ചെയ്യുന്ന നെയിമാണ്. ഇദ്ദേഹത്തിനെ നമ്മൾ ഹിസ്റ്റോറിക്കലി റെഫർ ചെയ്യുന്നത് പൃഥ്വിരാജ തേർഡ് എന്നാണ്. ചൗഹാൻ എന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം ഒരു ചാഹമാന കിങ് ആയിരുന്നു. 12th സെഞ്ച്വറിയിൽ അഥവാ 1191, 1192 ആ ഒരു സമയത്താണ് ഇത് കമ്പോസ് ചെയ്യുന്നത്. പൃഥ്വിരാജ വിജയയുടെ അവൈലബിൾ ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റ് ഒരു ബർച്ച് ബാർക്കിൽ എഴുതിയിട്ടുള്ളതാണ്. ഇത് എഴുതിയിട്ടുള്ളത് ശാരദ സ്ക്രിപ്റ്റിലാണ്. ഇതിൽ പറയുന്ന കണ്ടൻസ് നമുക്കൊന്ന് ബ്രീഫായിട്ട് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് കാൻഡോയിൽ തുടക്കത്തിൽ തന്നെ വാൽമീകി, വ്യാസ, ഭാസ തുടങ്ങിയുള്ള ആൻഷ്യന്റ് പോയറ്റ്സിനെ പ്രൈസ് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ ആ സമയത്തുണ്ടായിരുന്ന കണ്ടംപററി പോയിറ്റ്സ് ആയിരുന്ന കൃഷ്ണ, വിഷ്ണുരൂപാസിനെയും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് എഴുതിയിട്ടുള്ള ജയനാഗയുടെ ഒരു ഫ്രണ്ട് കൂടിയായിരുന്നു ഈ വിശ്വരൂപ. പിന്നെ ഒബ്വിയസ്ലി ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ പൃഥ്വിരാജ തേർഡിനെ പ്രൈസ് ചെയ്യുന്നുണ്ട്. ഇവർ ഭയങ്കര ഗ്രേറ്റ് ആയിരുന്നു, പിന്നെ അതുപോലെ 6 ലാംഗ്വേജസ് സ്പീക്ക് ചെയ്യായിരുന്നു എന്നൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് പോയറ്റിൻ്റെ നാറ്റീവ് ലാൻഡായിട്ടുള്ള പുഷ്കാറിനെ കുറിച്ചും പറയുന്നുണ്ട്. പൃഥ്വിരാജ് ചൗഹാൻ്റെ ബർത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു മിത്ത് ഇതിൽ പറയുന്നുണ്ട്. അതായത് ബ്രഹ്മവിഷ്ണുവിനോട് ഒരു പുനർജനിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്തിനാണ് പുനർജനിക്കുന്നത്? ടു റെക്ടിഫൈ ദ മുസ്ലിം ഡിസക്രേഷൻ ഓഫ് പുഷ്കർ. അവിടെയുള്ള മുസ്ലിംസിനെ തുരത്താൻ വേണ്ടിയിട്ടാണ് ഈ വിഷ്ണുവിനോട് പുനർജനിക്കാൻ പറയുന്നത്. അതിൻ്റെ റിസൾട്ടായിട്ടാണ് പൃഥ്വിരാജ് ജനിക്കുന്നത് എന്ന് ഈ ഒരു കൃതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജനെ ഒരു വിഷ്ണുവിടെ ഫോമായിട്ടാണ് പറയുന്നത്. സെക്കൻഡ് കാൻഡോയിൽ ചാഹ്മാൻ, അതായത് ചൗഹാൻസിൻ്റെ ഡൈനാസ്റ്റിയുടെ എമർജൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവർ സണ്ണിൻ്റെ ഓർബിറ്റിൽ നിന്ന് എമർജ് ചെയ്തു എന്നാണ് ഈ ഒരു കൃതിയിൽ പറയുന്നത്. സണ്ണിൻ്റെ ഓർബിറ്റിൽ നിന്ന് എമർജ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോർത്ത് വെക്കാം? ഇവർ സോളാർ ഡൈനാസ്റ്റിയായിട്ടാണ് അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. 3 to 4 കാൻഡോസിലാണ് സംഭാർ സാൾട്ട് ലേക്കിൻ്റെ ഫോർമേഷനെ കുറിച്ച് പറയുന്നത്. ഇതിനൊരു മിത്തിക്കൽ സ്റ്റോറിയാണ് പറയുന്നത്. വാസുദേവ എന്ന് പറയുന്ന ചാഹ്മാന കിങ്ങിൻ്റെ സമയത്ത് കുറേ ഗോഡ്സും അതും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു സ്റ്റോറിയാണ് ഇതിന് പറയുന്നത്. സോ ഈ സാമ്പാർ സാൾട്ട് ലേക്ക് ഇവർക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ലേക്ക് കൂടിയായിരുന്നു. നെക്സ്റ്റ് വരുന്ന കാൻഡോ 5 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ പൃഥ്വിരാജയുടെ മുന്നേ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ഒരു ജീനിയോളജി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏർലി ചാഹ്മാന കിങ്സിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയും നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നു. നെക്സ്റ്റ് കാൻഡോ ആയിട്ടുള്ള കാൻഡോ 6 അർണോ രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിക്ടറിയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചന്ദ്ര റിവറിൻ്റെ സ്റ്റോറിയൊക്കെ ഇതിലാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് 2 വൈഫ്സ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു വൈഫിലുള്ള മകനാണ് സോമേശ്വര. പിന്നെ ഈ കാൻഡോ 6 ഇവരുമായിട്ട് ബന്ധപ്പെട്ട ലൂണാർ ഡൈനാസ്റ്റിനെ കുറിച്ചും അതിലുള്ള മെമ്പേഴ്സിനെയും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. 7th കാൻഡോയിൽ പൃഥ്വിരാജ ചൗഹാൻ്റെ ഫാദറായിട്ടുള്ള ഈ സോമേശ്വരയുടെ വളർച്ചയും അതുപോലെ
കല്യാണമൊക്കെയാണ് കാര്യമായിട്ട് പറയുന്നത്. അതിനുശേഷം കാൻഡോ 7 നമുക്ക് ഈ ഒരു പൃഥ്വിരാജയുടെ ജന്മത്തിനെ കുറിച്ച് പറയുന്നതും കാണാം. കാൻഡോ 6 പൃഥ്വിരാജ് ചൗഹാനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ബർത്തിൻ്റെ സമയത്തുണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു, വെറ്റ് നഴ്സസിനെ കുറിച്ച്, അദ്ദേഹം ധരിച്ചിരുന്ന ക്ലോത്ത്സിനെ കുറിച്ച്, അതുപോലെ ഓർണമെൻറ്റ്സിനെ കുറിച്ചൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സോമേശ്വരയും അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും കൂടി എവിടേക്ക് വരികയാണ്, ഈ ചാഹ്മാൻസിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള സ്ഥലത്തേക്ക് വരികയാണ്. അങ്ങനെ അവരവിടേക്ക് വന്നിട്ട് അവിടെ ഒരു പുതിയ സിറ്റി ഫൗണ്ട് ചെയ്യുകയും അവിടെ രാജാവായിട്ട് സെറ്റിൽ ചെയ്യുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാദർ മരിച്ചു. പ്ലസ് ഇവിടെ ഉണ്ടായിരുന്ന റൂളും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഭാര്യയെ ഏൽപ്പിച്ചു. നെക്സ്റ്റ് കാൻഡോ 9 ഈ ഒരു അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സമയത്തുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, സ്റ്റേറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഏർലി എഡ്യൂക്കേഷനെ കുറിച്ചും പറയുന്നുണ്ട്, പൃഥ്വിരാജ് ചൗഹാൻ്റെ. ഈ ഒരു ഭാഗത്ത് പറയുന്നത് പൃഥ്വിരാജയുടെ ബ്രദറായിരുന്നു ഹരിരാജ. ഇവർ രാമനും ലക്ഷ്മണനും പോലെയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കാൻഡോ 10 പറയുന്നത് പൃഥ്വിരാജ് ഒരു അഡൾട്ട് ആയതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ആ ഒരു സമയത്ത് ഇദ്ദേഹം ഭയങ്കര പോപ്പുലറായിരുന്നു. അതുകൊണ്ട് പ്രിൻസസസൊക്കെ ഇദ്ദേഹത്തെ മാരി ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് കുറച്ച് വാറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കോൺകറിങ്സും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് മുഹമ്മദ് ഘോറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺഫ്ലിക്റ്റിൻ്റെ ബിഗിനിങ് ഒക്കെ പറയുന്നത്. തുടക്കത്തിൽ ഇങ്ങനെ ബീഫ് ഈറ്റിംഗ് മ്ലേച്ഛ എന്നൊക്കെയാണ് പറയുന്നത് ഈ ഒരു മുഹമ്മദ് ഘോറിനെ. അങ്ങനെ ഇവിടെ വന്നു, അതുപോലെ ആളുകളൊക്കെ പേടിച്ചു, ചെറിയ ചെറിയ കിങ്സൊക്കെ പേടിച്ച് അവരൊക്കെ ഒളിച്ച് നിൽക്കുന്ന ഒരു കണ്ടീഷനൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള കാൻഡോ 11 പൃഥ്വിരാജയുടെ മിനിസ്റ്റർ ആയിട്ടുള്ള കടമ്പവാസ ഇദ്ദേഹത്തെ അഡ്വൈസ് ചെയ്യാണ്. ലൈക്ക് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഘോറിയെ പോയിട്ട് അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ സ്വയം നശിച്ചു പോയിക്കൊള്ളും എന്നൊക്കെയാണ് ഇദ്ദേഹം അഡ്വൈസ് ചെയ്യുന്നത്. 12ാമത്തെ കാൻഡോയിൽ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈനിൽ അബ്രപ്റ്റ്ലി ഒരു പൃഥ്വിരാജയുടെ വിജയം പറയുന്നു മാത്രമേ ഉള്ളൂ. കാരണം ഇതിന് ശേഷമുള്ള പാർട്സ് നമുക്ക് അവൈലബിൾ അല്ല. കാരണം 12ാമത്തെ ചാപ്റ്റർ വരെ നമുക്ക് ഈ ഒരു വർക്ക് കിട്ടിയിട്ടുള്ളൂ. സോ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതിൽ പൃഥ്വിരാജ് വിജയയിൽ ബാറ്റിൽ ഓഫ് തറൈനിൽ പൃഥ്വിരാജ് ജയിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൃതിയാണ് സന്ധ്യകാർ നന്ദി എഴുതിയിട്ടുള്ള രാമചരിതം. ഇദ്ദേഹം ഒരു ബംഗാളി പോയിറ്റായിരുന്നു. ബംഗാളി പോയിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈസ്റ്റേൺ സൈഡിലാണ് വരുന്നത്. പാല എംപയറിൻ്റെ പീരീഡിലാണ് ഇദ്ദേഹം ഇത് എഴുതുന്നത്. അപ്പോൾ ഉണ്ടായിരുന്ന പാറ്റേണായിട്ടുള്ള പാല കിങ്ങാണ് മദനപാല. ഇത് ആര്യ മീറ്ററിൽ എഴുതിയിട്ടുള്ളൊരു കൃതിയാണ്. രാമപാല എന്ന പാല കിങ്ങിൻ്റെ സ്റ്റോറിയും രാമായണത്തിൻ്റെ സ്റ്റോറിയും സൈമൾട്ടേനിയസ്ലി നാരേറ്റ് ചെയ്യുന്നൊരു സ്റ്റൈലാണ് രാമചരിതത്തിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കവിതയെ നമുക്ക് 4 കാൻറ്റോസ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റ്, ഈ ഒരു കൃതിയിൽ വരേന്ദ്ര റിബല്യനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വരേന്ദ്ര റിബല്യൻ എന്താണെന്ന് നോക്കാം. പാല കിങ് ആയിരുന്ന മഹിപാല സെക്കൻഡ് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന റിബല്യനാണ് വരേന്ദ്ര റിബല്യൻ. ഇതിനെ തന്നെ ആണ് നമ്മൾ കൈവത്ത റിവോൾട്ട് എന്നും വിളിക്കുന്നത്. ഇതിൻ്റെ ഹെഡായിരുന്നു ദിവ്യക്ക് എന്നും പറയാം. നോർത്തേൺ ബംഗാളിലുണ്ടായിരുന്ന ഒരു ഫ്യൂഡൽ ലോർഡായിരുന്നു ദിവ്യ. കൈവർത്താസിനെ പൊതുവെ ലോ റേറ്റഡ് ആയിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. ഇവർ സ്ലോലി സബോർഡിനേറ്റ് പൊസിഷനിലേക്ക് എത്തുകയും ഒരു മിലിറ്ററി അങ്ങനെയുള്ള സർവീസസുകളിലൂടെയൊക്കെ പവറിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ സ്ലോലി അവർ വരേന്ദ്ര ക്യാപ്ചർ ചെയ്യുകയും അവിടെ പവർ കയ്യിലെടുക്കുകയും ചെയ്തു. ഇത് ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള ഫസ്റ്റ് പെസൻറ്റ് റിവോൾട്ട് ആയേക്കാം. നമുക്കങ്ങനെ സ്പെസിഫിക്കലി പറയാൻ പറ്റില്ല. ഇതിൻ്റെ ലീഡർ ആയിരുന്ന ദിവ്യ അവിടെ ഉണ്ടായിരുന്ന പാല ഡൈനാസ്റ്റിയുടെ കമാൻഡർ ഇൻ ചീഫ് ഓഫ് റോയൽ ആർമി ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലാണ് ആ സമയത്തുണ്ടായിരുന്ന പാല റൂളറായിട്ടുള്ള മഹിപാല സെക്കൻഡിനെ കൊല്ലുന്നതും റിബൽസ് ആ ഒരു വരേന്ദ്ര റീജിയൻ ക്യാപ്ചർ ചെയ്യുകയും അതിനൊരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതും. ഈ ഒരു ദിവ്യയുടെ സക്സസറാണ് റുദോക്കിൻ്റെ സക്സസറാണ് ഭീമൻ്റെ പീരീഡിൽ ഈ ഒരു വരേന്ദ്ര റീജിയൻ വളരെ പ്രോസ്പെറസ് ആയിട്ടായിരുന്നു ഫങ്ഷൻ ചെയ്തിരുന്നത്.
ഇദ്ദേഹത്തിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മൺസിൻ്റെ കയ്യിൽ നിന്ന് പവറും ലാൻഡൊക്കെ എടുത്തു കളയുകയും പ്രധാനമായിട്ടും റിലീജിയസ് ഏജൻസിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പെസൻസിൻ്റെ താല്പര്യങ്ങളെയായിരുന്നു ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഇനി നമുക്ക് വരേന്ദ്ര റിബല്യനെ കുറിച്ച് പറയുന്ന കൃതികൾ അല്ലെങ്കിൽ സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നമുക്ക് ഓൾറെഡി അറിയാം, സന്ധ്യകാർ നന്ദിയുടെ രാമചരിതം, അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. പിന്നെ ഭട്ടൂരിയ എന്ന് പറയുന്ന രാജ്യപാലയുടെ പീരീഡിലുള്ളൊരു ഇൻസ്ക്രിപ്ഷനിലും ഈ ഒരു റിബല്യനെ കുറിച്ച് പറയുന്നുണ്ട്. മദനപാല നമ്മൾ പറഞ്ഞു, ഈ ഒരു രാമചരിതം എഴുതുമ്പോഴുള്ള രാജാവാരാണ്? മദനപാല. അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ നിന്നിട്ടാണ് സന്ധ്യകാർ നന്ദി രാമചരിതം എഴുതുന്നത്. ബേലവ പ്ലേറ്റ് എന്ന് പറയുന്നത് മദനപാലയുടെ ഒരു കോപ്പർ പ്ലേറ്റാണ്. ആ ഒരു കോപ്പർ പ്ലേറ്റിലും വരേന്ദ്ര റിബല്യനെ കുറിച്ച് പറയുന്നുണ്ട്. വേറൊന്ന് വൈദ്യദേവ എന്ന് പറയുന്ന ആളുടെ കമൗലി കോപ്പർ പ്ലേറ്റ്. പിന്നെ ബുദ്ധിസത്തിൻ്റെ ചരിത്രം എഴുതിയിട്ടുള്ള താരനാഥയുടെ കൃതിയിലും ഈ ഒരു വരേന്ദ്ര റിബല്യനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പൃഥ്വിരാജ വിജയ ഏത് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്? ഇതിനുള്ള ആൻസറാണ് സംസ്കൃതം. ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. രണ്ടാമത്തെ ചോദ്യം, ആരാണ് പൃഥ്വിരാജ വിജയ എന്ന് പറയുന്ന കൃതി കമ്പോസ് ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, ജയനാഗ് എന്ന് പറയുന്ന കോർട്ട് പോയിറ്റാണ്. തേർഡ് ക്വസ്റ്റ്യൻ, സന്ധ്യകാർ നന്ദി വാസ് എ കോർട്ട് പോയിറ്റ് ഓഫ് ദ ഏത് ഡൈനാസ്റ്റിയുടെ കോർട്ട് പോയിറ്റായിരുന്നു സന്ധ്യകാർ നന്ദി? അത് നമുക്കറിയാം, പാലാസുമായിട്ട് ബന്ധപ്പെട്ട കോർട്ട് പോയിറ്റായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, രാമചരിതം ബൈ ഹർഷ ഗിവ്സ് ഡീറ്റെയിൽസ് അബൌട്ട് വരേന്ദ്ര റിബല്യൻ. ഇതൊരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം രാമചരിതത്തിൽ വരേന്ദ്ര റിബല്യനെ കുറിച്ച് പറയുന്നുണ്ട്, ഡീറ്റെയിൽസ് തരുന്നുണ്ട്. പക്ഷേ ഇത് എഴുതിയത് ആരാണ്? സന്ധ്യകാർ നന്ദിയാണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്. കാരണം ഇത് എഴുതിയത് ഹർഷയല്ല. സോ സ്റ്റേറ്റ്മെൻറ്റ് എ ഈസ് ഫോൾസ്. നെക്സ്റ്റ്, ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ എ പെസൻറ്റ് റിവോൾട്ട്. അത് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ദ റിവോൾട്ട് മൈറ്റ് ഹാവ് ബീൻ ദ ഫസ്റ്റ് പെസൻറ്റ് റിവോൾട്ട് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, കമൗലി കോപ്പർ പ്ലേറ്റ് മെൻഷൻസ് കൈവർത്ത റിവോൾട്ട്. കൈവർത്ത റിവോൾട്ട് എന്ന് പറയുന്നത് വരേന്ദ്ര റിബല്യൻ തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് കമൗലി കോപ്പർ പ്ലേറ്റ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ദിവ്യക് എ കിങ് വാസ് ദിയർ ലീഡർ. ദിവ്യക്ക് ദിവ്യ എന്ന് നമ്മൾ പറഞ്ഞു, ഇദ്ദേഹമായിരുന്നു ഇവരുടെ ലീഡർ എന്നത് ശരിയാണ്. പക്ഷേ അദ്ദേഹം എന്തല്ലായിരുന്നു? കിങ് അല്ലായിരുന്നു, ഒരു ഫ്യൂഡൽ ലോർഡായിരുന്നു. രാമചരിതം ബൈ സന്ധ്യകാർ നന്ദി വാസ് റിട്ടൺ അണ്ടർ ദ പാട്രണേജ് ഓഫ് ഡാഷ്. ഇതിന് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് മദനപാല, മഹിപാല ഫസ്റ്റ്, ധർമ്മപാല, രാമപാല. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ്. കാരണം രാമചരിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വിക്ക്ലി പോയിട്ട് രാമപാലയെ ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ആക്ച്വലി ഈ രാമചരിതം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രാമൻ്റെ കഥയും രാമപാലയുടെ കഥയും രണ്ടും കൂടി സൈമിൾട്ടേനിയസ്ലി പറയുന്നൊരു കൃതിയാണ്. ഇത് രാമപാലയെക്കുറിച്ച് എഴുതിയിട്ടുള്ള കൃതിയാണെങ്കിലും ഇത് എഴുതുന്നത് ആരുടെ സമയത്താണ്? മദനപാലയുടെ സമയത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൈവർത്ത റിവോൾട്ട് വാസ് അഗെയിൻസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്സ്? ഏത് രാജാവിനെതിരെയായിട്ടായിരുന്നു കൈവർത്ത റിവോൾട്ട്? ഇതിൻ്റെ ഓപ്ഷൻസ് മഹിപാല സെക്കൻഡ്, മഹിപാല ഫസ്റ്റ്, ഗോപാല, ദേവപാല. ഇതിൻ്റെ കറക്റ്റ് ആൻസർ മഹിപാല സെക്കൻഡാണ്.